ഈ സീസണിലെ IPL ഏറ്റവും മോശം ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. അത് അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ആദ്യമായി IPL നിന്ന് പുറത്താകുന്ന ടീമും ചെന്നൈ ആയി മാറിയിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളൊക്കെ ചെന്നൈയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആശ്വാസം, ആരാധകർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കുക എന്ന തരത്തിലുള്ള മത്സരങ്ങൾ മാത്രമായിരിക്കും. ഓൾറെഡി ചെന്നൈ ഇനി വരും അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ പോലും ഓപ്പണിംഗ് ജോഡി ഷെയ്ഖ് റഷീദും അതുപോലെ തന്നെ ആയുഷ് മാത്രയൊക്കെയാണ് ഓപ്പണിംഗ് ഇറങ്ങി. ഇനി ഈ സീസണിന് ശേഷം അടുത്ത സീസൺ മുന്നോടിയായിട്ട് ഒരു മിനി ലേലം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പരിക്കുപറ്റിയ താരങ്ങളുമായിട്ട് വന്ന റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള താരങ്ങൾ ഇവരെല്ലാവരും പോകും. ബ്രവിസും അതുപോലെ തന്നെ ആയുഷ് മാത്രയൊക്കെ. അപ്പോൾ ഒരു മിനി ലേലത്തിൽ ഒരു മികച്ച ടീമിനെ അടുത്ത സീസണിൽ പടുത്തുയർത്തുക എന്ന് തന്നെ ആയിരിക്കില്ലേ ചെന്നൈയുടെ ഇനി ഉള്ള ലക്ഷ്യം? തീർച്ചയായും. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ IPL 18 സീസണിൽ പ്ലേ ഓഫ് കണ്ട് പുറത്താവുന്ന ആദ്യത്തെ ടീമായിട്ട് ചെന്നൈ മാറി. അത് തുടർച്ചയായി 2ാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ പ്ലേ ഓഫ് കണ്ട് പോകുന്നതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് 2 തവണ ഇതുവരെ ഈ 18 സീസണിടയിൽ 16 സീസണാണ് ചെന്നൈ കളിച്ചത്. അതിനിടയിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ചെന്നൈക്ക് വലിയ തിരിച്ചടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറഞ്ഞ സൂപ്പർ സീനിയർ താരങ്ങളുടെ കുറേ ആൾക്കാർ തിളങ്ങാൻ പറ്റാണ്ട് പോകുന്നു. പിന്നെ പരിക്കുപറ്റി നായകൻ പുറത്തു പോകുന്നു, പകരം ധോണി വരുന്നു. പക്ഷെ ധോണി വന്നതിന് ശേഷം ടീമിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ഈ പറഞ്ഞ പോലെ ചെന്നൈയുടെ ഇനിയുള്ള മത്സരങ്ങളിൽ അവരുടെ ആരാധകർക്ക് വേണ്ടിയിട്ട് തള്ളയുടെ പിന്നലാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒരു മൊമെൻറ്റത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു മത്സരമായിട്ട് മാത്രം മാറും. പക്ഷേ അവർക്ക് ഇനിയും ചെയ്യാനുണ്ട്, മറ്റു ടീമുകളുടെ വഴി മുടക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ അവരുടെ ഇത് വെച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കിനി നോക്കാനുള്ളത് ചെന്നൈ അടുത്ത സീസണിൽ, അതായത് IPL 19 സീസണിൽ ചെന്നൈക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിലേക്കാണ്. അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നത് അതിൽ ഒരു ക്രിട്ടിക്കലായിട്ട് ചെന്നൈ വരുത്തേണ്ട കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയിൽ വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അത്തരം മാറ്റങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ ഈ ചർച്ചയിലൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിലൊന്നാമത്തത് അഗ്രസീവായിട്ടുള്ള പവർ പ്ലേ ബാറ്റിംഗ്, അങ്ങനെ ഒരു നയം ചെന്നൈക്ക് ഈ സീസണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 7.49 ചെന്നൈയുടെ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത്. പവർ പ്ലേയിൽ റൺ റേറ്റ്. അത് മാത്രമല്ല ഏറ്റവും കുറവ് 6 അടിച്ച ടീം, പവർ പ്ലേയിൽ ഏറ്റവും കുറവ് 6 അടിച്ച ടീം ചെന്നൈയാണ്. അപ്പോൾ പവർ പ്ലേയിലുള്ള ഈ പ്രശ്നം ചെന്നൈ പരിഹരിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ മത്സരങ്ങൾ നമ്മൾ അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ മത്സരങ്ങൾ വരുമ്പോൾ പിന്നെ ഓപ്പണിംഗ് ജോഡിയിലേക്ക് പുതിയ താരങ്ങളെ പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആയുഷ് മാത്രയും ഷെയ്ഖ് റഷീദിനെയും പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ അടുത്ത സീസണിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കാണാം. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആയുഷ് മാത്രയുടെ കാര്യത്തിൽ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്, മിനി ഓപ്ഷനിൽ പിന്നെ പിടിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അത് കൈവിട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഈ കളിച്ച മത്സരങ്ങളൊക്കെ പവർ പ്ലേയിൽ എന്ന് പറയുന്നില്ല, ബാറ്റിംഗ് ഓർഡർ വലിയ ദുരന്തമായിരുന്നു എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതിൽ ഗൈക്വാദായിരുന്നു നന്നായിട്ട് പറഞ്ഞാൽ പിന്നെ തമ്മിൽ ഭേദത്തെ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന് പരിക്കുപറ്റിപ്പോയുടെ ആ ഒരു ഫ്ലോയും കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. ഇപ്പം ഷെയ്ഖ് റഷീദും ആയുഷ് മാത്രയും ഒരു ആശ്വാസമായിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയാം, പിന്നെ താരതമ്യേന മുൻ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം. പവർ പ്ലേയിൽ ബാക്കിയുള്ള ടീമുകൾ കളിക്കുന്നത് എന്താണോ, ഈ ചെന്നൈ നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പോലെ എല്ലാ ബോളും അടിച്ചിട്ട് പിന്നെ വിക്കറ്റ് കളഞ്ഞു കയറിപ്പോകുന്നില്ല. പക്ഷേ പവർ പ്ലേയിൽ നേടേണ്ടുള്ളത് ആ ആനുകൂല്യം നേടേണ്ടതുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അത് ഈ ചെറിയ ടീമിൽ നിന്ന് കണ്ടിരുന്നില്ല, അതിലൊരു സംഭവമുണ്ട്. തീർച്ചയായും. നമുക്കിപ്പോൾ പവർ പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 9 എന്ന് പറയുന്ന ഒരു റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ പവർ പ്ലേയിൽ പറ്റണം എന്നുള്ളത്. അത് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മികച്ച തുടക്കം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് റഷീദ് ഒരു ഓപ്പണർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമല്ല സത്യത്തിൽ. ഈ ചെന്നൈയാണ് ആദ്യമായിട്ട് ഓപ്പണർ ആക്കിയത്. എനിക്ക് തോന്നുന്നത് പുറത്തുനിന്നൊരു താരത്തെ ഇനി മിനി ഓപ്ഷനിൽ ഇപ്പോൾ രജിൻ രവീന്ദ്രൻ അതുപോലെ തന്നെ കോൺവേ ഒക്കെ നിരാശപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റൊരു താരത്തെ കൂടി കൊണ്ടുവരേണ്ടി വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെ ആയിരിക്കില്ലേ ഓസ്ട്രേലിയൻ ബാറ്റർ ആയിട്ടുള്ള മാറ്റ് ഷോട്ടിനെ പോലുള്ള താരങ്ങൾ? തീർച്ചയായും. ഇപ്പോഴത്തെ ചർച്ചകൾ വരുന്ന പേരും മാറ്റ് ഷോട്ടിനെയാണ്. പക്ഷേ നമുക്കറിയാം രജിൻ രവീന്ദ്രയും കോൺവേയും നമുക്കൊരു മികച്ച തുടക്കം നൽകുന്ന ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ നമ്പറിലേക്ക് നമുക്ക് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ കൂടി പിന്നെ ഓപ്പണിംഗ് ആദ്യത്തെ ടോപ്പ് ഓർഡറിലേക്കുള്ള റിസർവ് താരങ്ങൾ വേണമായിരുന്നു ടീമിൻ്റെ പദ്ധതിയിൽ. ഈ പറഞ്ഞ രജിൻ രവീന്ദ്രയും കോൺവേയും പിന്നെ പരാജയപ്പെട്ടപ്പോൾ നമുക്ക് പരീക്ഷിച്ചിട്ടും ഒരു മധ്യനിരയിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പരീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അവിടെയാണ് ചെന്നൈക്ക് തിരിച്ചടി ഉണ്ടായത്. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് റഷീദിനൊക്കെ പരീക്ഷിക്കേണ്ടി വന്നത് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നിരാശപ്പെടുത്തുന്നു. 7-8 പന്തുകൾ വരെ ഒരു റൺ എടുത്തിട്ട് ഈ പറഞ്ഞ പവർ പ്ലേയിലാണ് ഇവർ കളിക്കുന്നത്. ആദ്യത്തെ 6 ഓവർ കൃഷി സൈഫ് പറഞ്ഞ പോലെ തന്നെ 9 റൺ റേറ്റിലേക്കും കളിക്കേണ്ട ആദ്യത്തെ 6 ഓവർ
ആ ക്രൂഷ്യൽ അവർക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിൽ അവിടെ ബിഗ് ഹിറ്റ് നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന താരങ്ങൾ എന്തായാലും വേണം. ഈ പറഞ്ഞ മാച്ച് ഷോട്ടിനെ പോലെ താരങ്ങൾ വന്നാൽ അത് ചെന്നൈ മാച്ച് ഷോട്ട് വരികയും ആയുഷ് മാത്രനെ നിലനിർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു തുടക്കം ലഭിക്കും. അത് മാത്രമല്ല വൺ ഡൗൺ ആയിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ പോലുള്ള താരങ്ങൾ തിരിച്ചെത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ടീമിന്റെ ബാറ്റിംഗ് കുറച്ചും കൂടി മെച്ചപ്പെടുന്നു. 3-4 നമ്പറിൽ ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും നല്ല താരങ്ങൾ വേണം. പക്ഷേ ഫോം ഔട്ടൊക്കെ താരങ്ങളുടെ നമുക്ക് രച്ചിൻ രവീന്ദ്രനെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. കോൺവേ അങ്ങനെ തന്നെ നമുക്ക് എഴുതി തള്ളാൻ പറ്റിയ താരങ്ങളായിരുന്നില്ല. പക്ഷേ അവർക്ക് തിളങ്ങാൻ വേണ്ടി ഫോം ഔട്ടായിരുന്നു. ആ ഫോം ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് കാണിക്കുന്നില്ല. അതായിരുന്നു ഇവിടെ പ്രശ്നം നമുക്ക് കാണുന്നത്. ബാക്കിയുള്ള താരങ്ങൾ എനിക്ക് തോന്നുന്നത് പിന്നെയും ആ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് കാണിച്ചത് ആയുഷ് മാത്രനെ പോലുള്ള താരങ്ങളാണ്. അതെ, അപ്പം ആ രീതിയിലേക്ക് പിന്നെ പവർ പ്ലേയിൽ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പണിംഗ് പെയർ വരണം. വൺ ഡൗൺ ആയാലും പിന്നെ ടോപ്പ് ഓർഡറുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം അടുത്ത സീസണിലേക്ക്. തീർച്ചയായും. അടുത്തത് ചെന്നൈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗളിംഗ് ആണ്. ബൗളിങ്ങിൽ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഏത് ബൗളർമാരെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു തന്ത്രം കൃത്യമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2026 ഒരു സീസണിലേക്ക് പോകുന്ന സമയത്ത് നൂർ അഹമ്മദിനെ പോലുള്ള താരങ്ങൾ അതായത് ഒരു ഇപ്പം ചെന്നൈ ടീമിലുള്ള ഏറ്റവും മികച്ച ബൗളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂർ അഹമ്മദിനെ ഒരു എടുത്ത് നമ്മൾ പറയേണ്ടി വരും. കാരണം മികച്ച രീതിയിൽ അദ്ദേഹം പന്തെറിയുന്നുണ്ട്. അതെ, അത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള താരങ്ങളും ഒരു പ്രകടനം നടത്തുന്ന സമയത്ത് എവിടെയാണോ ഏറ്റവും നന്നായിട്ട് നൂർ അഹമ്മദിന് പന്തെറിയാൻ കഴിയും ആ പൊസിഷനിൽ അദ്ദേഹത്തെ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പന്തെറിയിപ്പിക്കാൻ ടീമിന് പറ്റുന്നില്ല. അതെ അതെ, പ്രത്യേകിച്ച് മിഡിൽ ഓവറുകളിലാണ് നൂർ അഹമ്മദിനെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പന്തെറിയാൻ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ബൗളർമാരെ ടീമിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ സീസണിൽ എത്തിച്ച പല താരങ്ങളും ഇപ്പൊ നഥാൻ എല്ലീസ് ആണെങ്കിലും അവസരങ്ങൾ കുറവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ആ ഒരു ഇമ്പാക്ട് കളിച്ച മത്സരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഈ അറ്റ്കിൻസിനെ പോലുള്ള ഒരു ബൗളറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ പറ്റും. അത് മാത്രമല്ല ഖലീൽ അഹമ്മദും ഈ അറ്റ്കിൻസനും പോലുള്ള ഒരു താരവും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അറ്റാക്കിംഗ് ഫീൽഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നൂർ അഹമ്മദിനെ കൃത്യമായി മിഡിൽ ഓവറുകളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ഒരു ചെന്നൈ വരുത്തേണ്ട ഒരു മാറ്റം തന്നെയാണ്. അറ്റ്കിൻസിന് അത് സമാനമായിട്ടുള്ള പിന്നെ ശൈലി ബോളറിംഗ് താരങ്ങളോ കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് ബോളിംഗ് നിരയിൽ ഇപ്പം ബാറ്റിംഗ് നമ്മൾ എപ്പോഴും പറയുന്നു. പക്ഷേ ബോളിംഗിലും ഒരുപറ്റം താരങ്ങൾ ഉണ്ടായിട്ടും അതിന് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ ബോൾ എറിയണം എന്നൊക്കെ ഗെയിം പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ചെന്നൈക്ക് പറ്റിയിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ഗെയ്ക്വാദായ ഇപ്പം ധോണിയായാലും താരങ്ങൾ നല്ല ഇപ്പം ജഡേജനെ പോലുള്ള താരങ്ങൾ മിഡിൽ ഓർഡറിലേക്ക് കൂടുതൽ റിസർവ് ചെയ്യുക. ഈ നൂർ അഹമ്മദ് നമ്മൾ പറഞ്ഞ പോലെ 7-14 കൊണ്ട് ആ ഒരു ഗെയിം പ്ലാൻ ഇതുവരെ ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ഇതിപ്പം ചെന്നൈയുടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്രിക്കറ്റ് വിദഗ്ധർ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ രീതിയിൽ കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ അതിന് ആ ഒരു മാറ്റത്തിലേക്ക് ചെന്നൈ ഒരു വ്യക്തമായ ഗെയിം പ്ലാൻ വേണം. ബൗളർമാർ ഏതൊക്കെ സ്ലോട്ടിലേക്ക് എറിയാൻ പറ്റിയ ബൗളർമാരുണ്ട്, അത് കളിയുടെ ഒഴുക്കിനനുസരിച്ച് മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റുക. അത് കളി റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബാക്കപ്പ് താരങ്ങളും ഉണ്ടാകണം. പിന്നെ അടുത്തത് പറയുന്നത് മധ്യ ഓവറുകളിലുള്ള ബാറ്റിങ്ങിന്റെ ഒരു ആക്സിലറേഷൻ ആണ്. അതായത് ഒരു ടീം എന്ന് പറയുന്നത് ഒരു പവർ പ്ലേയിൽ മാത്രം അടിച്ച റണ്ണ് ഇതായിട്ട് പിന്നെ മധ്യ ഓവറുകളിൽ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാതെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മോശം അവസ്ഥയിലേക്ക് ടീമിനെ എത്തിക്കും. ചെന്നൈനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ടോപ്പ് ഓർഡർ മോശമാണ്, മധ്യനിര മോശമാണെന്നുള്ളതാണ്. ഇതിപ്പോൾ പല താരങ്ങൾ ഇപ്പോൾ ദീപക് ഹൂഡ, അതുപോലെ തന്നെ വിജയ് ശങ്കർ, ഇങ്ങനെയുള്ളൊക്കെ ഈ ഒരു ഇതിൽ നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങളൊന്നും ഫോമിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രതീക്ഷ ചെന്നൈക്ക് കൊടുത്തത് ഇപ്പോൾ ബ്രവിസിന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ കഴിഞ്ഞ കളി സാം കരൻ ഒരു നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ബ്രവിസിനെ പോലുള്ള ഒരു താരത്തെ ഇനി അടുത്ത വർഷം എന്തായാലും ടീമിൽ നിലനിർത്തേണ്ടി വരും. അതുപോലെ തന്നെ ശിവൻ ദുബെയൊക്കെ ഫോമിലേക്ക് തിരിച്ചത്. ശിവൻ ദുബെയുടെ കാര്യത്തിലൊക്കെ ഫോമിലേക്ക് സ്പിന്നർമാർക്കെതിരെ നല്ല അഗ്രസീവ് മൈൻഡ് സെറ്റോട് കൂടി കളിക്കുന്ന ഒരു താരം തന്നെയാണ്. അപ്പോൾ ബ്രവിസിന്റെ ഒരു ഇനി അടുത്ത ലേലത്തിൽ തിരിച്ച് നിലനിർത്തുക എന്നത് കൂടി ചെന്നൈക്ക് ഒരു വെല്ലുവിളിയാണ്. താരങ്ങൾ വേണം. ഒരു ഓവറിൽ മിനിമം 2 ബൗണ്ടറി ലെവലെങ്കിലും ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞാൽ തന്നെ മിനിമം പിന്നെ പവർ പ്ലേയിൽ അല്ലെങ്കിൽ തന്നെ വരുമ്പോൾ ഒരു 9 റൺ റേറ്റിൽ തന്നെ കളിക്കാൻ വേണ്ടി പറ്റുന്ന ടീമിന് എങ്കിലും അത് T20 ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ദീപക് ഹൂഡയും രാഹുൽ പതിനൊക്കെ പരാജയമായിരുന്നു തന്നെ പറയാം. ടീമിന്റെ തോൽവിയുടെ ഏറ്റവും വലിയ കാരണം തന്നെ ഈ പരാജയങ്ങളാണ്. പറഞ്ഞാൽ ബാറ്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഏറ്റവും വലിയതായിട്ട് കാണേണ്ടത് പറഞ്ഞാൽ അക്രോസ് ബാറ്റിംഗ് തന്നെയാണ് T20യുടെ ശൈലി. പക്ഷേ മധ്യ ഓവറിൽ കളി നിയന്ത്രിച്ച് കളിയുടെ ഒഴുക്കിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന താരങ്ങൾ വേണം.
താരങ്ങളൊന്നും മോശമാണെന്ന് പറഞ്ഞു. ഈ സീസണിൽ അതിന് അവർക്ക് പറ്റിയിട്ടില്ല, അസുഖം തീരാൻ പറ്റിയിട്ടില്ല. അത് അടുത്ത സീസണിൽ പരിഹരിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഇനി അടുത്തതായിട്ട് ഇമ്പാക്ട് പ്ലെയറിനെ കുറച്ചും കൂടി ഒരു നല്ല സ്ട്രാറ്റജി വേണം എന്നുള്ളതാണ്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഇമ്പാക്ട് പ്ലെയേഴ്സ്. അതെ അതെ. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് ഇപ്പൊ ഇന്നലെയൊക്കെ ഇത് ഒരു ഹോട്ട്സ്റ്റാറിൽ കാണിക്കുന്നത് നോ ഇമ്പാക്ട് പ്ലെയർ എന്നാണ് കാണിച്ചത്. ഇമ്പാക്ട് അതായത് അതെ അതെ അത് ആ ഒരു രീതിയിലേക്ക് ടീമിന് ഒരു നല്ലൊരു ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി, ആ ഒരു നിയമം നമുക്കറിയാം. ഇപ്പൊ ഒരു വിമർശനങ്ങൾ വരുന്ന നിയമമാണ്, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെ അങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. പിന്നെ ഏറ്റവും ഒരു അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ഒരു ടീമിനെ ആയിരിക്കില്ല സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡ്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം, ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. ഈ ഓരോ എതിരാളികൾക്ക് അനുസരിച്ച് പിച്ചുകളും ഒക്കെ അനുസരിച്ച്, അല്ലാതെ ചെന്നൈയിലെ പിച്ചിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഇപ്പൊ എല്ലാം ഈ താരങ്ങൾ ഫോമിലാവാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില താരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ ദീപക് കൂട, ഇങ്ങനെയുള്ള പല താരങ്ങൾ, ഇപ്പൊ ത്രിപാഠി, അതുപോലെ തന്നെ വിജയ് ശങ്കർ, ഇങ്ങനെയുള്ള പല താരങ്ങളെയും അശ്വിനൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിനാണ് ഇത്രയും ഒരു അതെനിക്ക് തോന്നുന്നു. ചെന്നൈയുടെ ഒരു ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട്, ആ ഒരു വികാരം, ഇപ്പം ധോണിയുടെ ചെന്നൈയുടെ ഒരു വികാരം നമുക്കറിയാം. ആ രീതിയിലൊരു വികാരം ഉണ്ടാക്കാനാണോ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന സംശയമാണ് ബാക്കിയാവുന്നത്. പക്ഷേ അശ്വിൻ നമ്മൾ തള്ളിക്കളയുന്നതല്ല, പക്ഷെ അശ്വിന്റെ ഒരു പ്രതാപത്തിന്റെ ഒരു നേരിടുപോലും കാണാൻ പറ്റുന്നില്ല എന്നതാണ്. അത് നമ്മൾ ഓരോ കാലം മാറുന്നതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജിയിൽ കൃത്യമായ മാറ്റങ്ങൾ ചൗധരിയൊക്കെ അതെ വളരെ നിരാശപ്പെടുത്തിയിട്ടുള്ള പ്രകടനമാണ് ദുരന്തമായിട്ട് മാറുകയാണ് അദ്ദേഹം ഈ സീസണിൽ. അതെ, ഇങ്ങനെ ഒരു പിടി താരങ്ങളെ എന്തായാലും ചെന്നൈ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ തന്നെ മികച്ച താരങ്ങളെ ചെന്നൈ സ്വന്തമാക്കേണ്ടി വരും. ഈ പറയുന്ന ഒരു മിനി താരലേലം ചെന്നൈ ടീമിനെ സംബന്ധിച്ച് അടുത്ത വർഷത്തേക്ക് ഒരു തീർച്ചയായിട്ടും വലിയ ഇമ്പാക്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് തന്ത്രപൂർവ്വം താരങ്ങൾ ടീമിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു മികച്ച രീതിയിലേക്ക് ഏത് കാലാവസ്ഥയോടും ഏത് സാഹചര്യങ്ങളോടും ഇണങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ടീമിനെ ചെന്നൈ ഗെയിം പ്ലാൻ ഉള്ള ഒരു ടീമിനെ ചെന്നൈക്ക് പടുത്തുയർത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ചെന്നൈക്ക് സാധിക്കും. ചെന്നൈ അത് തെളിയിച്ചതാണ്. ഇപ്പം നമ്മൾ IPL പറയുമ്പോൾ ഏറ്റവും മികച്ച ടീമായിട്ട് പറയുന്നത് ചെന്നൈയും മുംബൈയും ആയിരിക്കും. രണ്ട് ടീമുകളും അതിന്റെ കപ്പിന്റെ എണ്ണം മാത്രമല്ല, അവരുടെ കളിയുടെ ഈ പറഞ്ഞ ധോണിയുടെ ടീം ഗെയിം പ്ലാനോടെ കളിക്കുന്ന ടീമായിരുന്നു. ആ ടീമിന് ഇപ്പം കഴിഞ്ഞ 2 സീസണിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം. കഴിഞ്ഞ സീസണിലേക്കാൾ ഈ പ്രാവശ്യം നഷ്ടപ്പെട്ടെന്ന് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ അതിലേക്കൊരു മാറ്റം ധോണി നായകനായിട്ട് കൂടി. പിന്നെ ധോണി നായകനോട് കാര്യമില്ലല്ലോ, മാന്ത്രിക വടിയൊന്നും അദ്ദേഹത്തിന് കയ്യില്ല. അതിൻ്റെ അടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ താരങ്ങൾ വേണം, ടീമിൽ സ്ക്വാഡ് വേണം. ആ സ്ക്വാഡിൻ്റെ പ്രശ്നമാണ് ഇപ്പം ഏറ്റവും തിരിച്ചടിയായത്. അപ്പം അത് മാറ്റാൻ വേണ്ടി മാനേജ്മെൻറ്റും പിന്നെ ഈ പറയുന്ന ധോണി ഉൾപ്പെടെയുള്ള താരങ്ങളും, ധോണി ഉൾപ്പെടെ താരങ്ങൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൽ ധോണിക്കുള്ള സ്വാധീനം തന്നെയാണ്. ഗെയിം പ്ലാനിലാണ്. ഫ്ലെയിങ് മാത്രം കൂടിയല്ല ചെന്നൈയുടെ ഗെയിം പ്ലാൻ തീരുമാനിക്കുന്നത്, നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് മാറാൻ വേണ്ടി ചെന്നൈക്ക് പറ്റും. ആ അടുത്ത സീസണിൽ നമുക്ക് അങ്ങനെ ഒരു ചെന്നൈ കാണാൻ വേണ്ടി പറ്റണമെങ്കിൽ IPL ഒരു ആവേശം ഉണ്ടാവും നമുക്ക്. അതെ, തീർച്ചയായും അങ്ങനെ ഒരു ടീമിനെ പടുത്തുയർത്താൻ ചെന്നൈക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.